ജയ് മോഹൻജി. വിശുദ്ധിയുടെ ശക്തി. വായന തുടരുന്നു. അധ്യായം 2. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ. ഒരാത്മാവിൻ്റെ 2 ജീവിതങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത്. എങ്ങനെയാണ് ബോധപൂർവമായ അറിവ് കൂടാതെ സ്വഭാവ വിശേഷതകൾ അടുത്ത ജന്മത്തിലേക്ക് പകരുകയും അനുഭവിക്കുകയും ചെയ്തത് എന്ന് കാണിക്കുവാൻ വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത്. ജന്മങ്ങളിലൂടെ കർമ്മങ്ങൾ കടന്നു പോകുന്നതിനെക്കുറിച്ച് പല ചോദ്യങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ കഥ നിങ്ങൾക്ക് വ്യക്തമായ ഒരു ഉൾക്കാഴ്ച നൽകുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ കർമ്മത്തിൻ്റെ മാർഗത്തിൽ 1,00,000 കോടി പരിവർത്തനങ്ങളും കൂടിച്ചേരലുകളും സാധ്യമാണ്. അതുകൊണ്ട് അതിനെ ദ്വിമാനത്തിൽ കാണരുത്. വസ്തുനിഷ്ഠമായി അനേകം സാധ്യതകളിൽ ഒന്നായി അതിനെ കാണൂ. ഇത് ഒരു ജീവിത കഥയാണ്. അതുകൊണ്ട് വ്യക്തികളെ വെളിപ്പെടുത്തുവാൻ കഴിയുകയില്ല. സ്വകാര്യത സൂക്ഷിക്കുവാൻ ഞാൻ കഴിയുന്നത്ര ശ്രമിച്ചിട്ടുണ്ട്. അർപ്പിതമായ ഒരു ജീവിതം. മലേഷ്യ. 1900-ൻ്റെ ആരംഭം. സു ആനിന് അവരുടെ ഭർത്താവ് മരിക്കുമ്പോൾ 28 വയസ്സായിരുന്നു. കുറച്ച് കടങ്ങളും 1 വയസ്സുള്ള ഒരു ആൺകുട്ടിയെയുമാണ് അയാൾ അവർക്ക് കൊടുത്തു പോയത്. സു ആൻ മനക്കരുത്തും അച്ചടക്കവും ബുദ്ധിശക്തിയും ഉള്ളവളായിരുന്നു. അവർ ഒരിക്കലും ബാലിശമായ വികാരങ്ങൾക്കും മറ്റുള്ളവർ പറയുന്നതിനൊക്കെയും വഴങ്ങിയില്ല. സ്വന്തം കാലിൽ നിന്നുകൊണ്ട് എല്ലാം നേരിടാനും കുട്ടിയെ വളർത്താനും അവർ നിശ്ചയിച്ചു. ഭർത്താവിൻ്റെ കുടുംബക്കാർ അയാളുടെ മരണത്തിൻ്റെ ഉത്തരവാദിത്തം അവളുടെ മേൽ ആരോപിച്ചു. വാസ്തവത്തിൽ നടന്നത് ഇതാണ്. ദൂരെ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് ഒരു നാണ്യവിളത്തോട്ടത്തിൽ ജോലി ചെയ്തിരുന്ന അയാൾക്ക് ഒരു അപകടം സംഭവിച്ചു. വാഹന സൗകര്യം ലഭിക്കാത്തതുകൊണ്ട് ഉടനെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല. എത്തിയപ്പോഴേക്ക് അയാൾ അന്ത്യശ്വാസം വലിക്കുകയായിരുന്നു. ഒരു വൈകുന്നേരം ശവശരീരം വീട്ടിലെത്തി. ഭർത്താവിൻ്റെ സഹപ്രവർത്തകരുടെ സഹായത്തോടെ പിറ്റന്നാൾ രാവിലെ അടുത്തുള്ള പള്ളി സെമിത്തേരിയിൽ ശവസംസ്കാരം നടന്നു. സു ആൻ ഏതാണ്ട് മരവിച്ച മട്ടിൽ ആയിരുന്നു. ഭർത്താവിൻ്റെ ബന്ധുക്കളെ കാര്യം അറിയിക്കാൻ മറക്കുകയും ചെയ്തു. മറ്റാരോ അറിയിച്ചതുകൊണ്ട് ബന്ധുക്കൾ ശവസംസ്കാരത്തിൽ പങ്കെടുത്തു. സു ആനിനോട് സംസാരിക്കുകയോ സാന്ത്വനിപ്പിക്കുകയോ അവർ ചെയ്തില്ല. മകനെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. ബന്ധുക്കളെല്ലാം എതിർത്ത ഒരു വിജാതീയ വിവാഹമായിരുന്നു അവരുടേത്. സു ആൻ കുട്ടിയായിരുന്നപ്പോൾ മുത്തശ്ശി പറയാറുണ്ട്, നമ്മുടെ കുടുംബത്തിലേക്ക് വരാൻ ബുദ്ധനോട് പ്രാർത്ഥിക്കൂ. ബുദ്ധൻ നിന്റെ മകനായി പിറക്കും. അന്നു മുതൽ അവർ എന്നും അപ്രകാരം പ്രാർത്ഥിക്കാറുണ്ട്. ഉപബോധത്തിൽ അവർ മകനെ ബുദ്ധനായി കരുതുകയും ചെയ്തിരുന്നു. സു ആൻ ഒരു മെലിഞ്ഞ സ്ത്രീയായിരുന്നു. ഇടത്തരം ഉയരം, ലളിതമായും ഭംഗിയായും വസ്ത്രം ധരിക്കും, മാന്യവും ലളിതവുമായ പെരുമാറ്റം. നാട്ടിൻപുറത്താണ് അവർ താമസിച്ചിരുന്നത്. കുന്നും താഴ്വരയുമായ പ്രദേശം. ഗ്രാമത്തിന് അരികിൽ കൂടി പോകുന്ന വീതി കുറഞ്ഞ മെറ്റൽ റോഡ്. ആ പ്രദേശത്തുള്ള എല്ലാ വീടുകളും കുന്നിടിച്ച് നിരപ്പാക്കിയ സ്ഥലത്ത് നിർമ്മിച്ചവയായിരുന്നു. എല്ലാ വീടുകൾക്കും മുന്നിലും പിന്നിലും തോട്ടവും മുന്നിൽ താഴെ കൂടി പോകുന്ന റോഡും ഉണ്ടായിരുന്നു. സു ആനിൻ്റെ ഭർത്താവ് കടമെടുത്ത് വാങ്ങിയതായിരുന്നു ഈ പുരയിടം. അതിന് നടുവിൽ ഒരു ചെറിയ ഒറ്റമുറി വീട് വച്ചു. ചുറ്റും കൃഷി ചെയ്തു. സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടിയാണ് ഇത്. എന്നാൽ അയാൾ പറഞ്ഞത് സു ആൻ പതിവ് തുടർന്നു. കടം തിരിച്ചടയ്ക്കുന്നതിൻ്റെ തവണകൾ അവർ മുടക്കിയില്ല. കൃഷിക്കു പുറമെ കോഴികളെയും ഒരാടിനെയും വളർത്തുകയും ചെയ്തു. അന്തർമുഖിയായിരുന്ന അവർ മറ്റുള്ളവരിൽ നിന്ന് കഴിയുന്നത്ര അകന്നു നിന്നു. അവർക്ക് മകനോട് അമിത വാത്സല്യമുണ്ടായിരുന്നു. മകൻ അവർക്ക് എല്ലാമായിരുന്നു. അവനെ പരിചരിക്കുന്നതിൽ ഒരു കുറവും വരുത്തിയില്ല. അവൻ അച്ചടക്കമുള്ള കുട്ടിയായിരുന്നു. അല്പം വികൃതിയും. സ്നേഹനിധിയായ അമ്മയുടെ ശ്രദ്ധാപൂർവമുള്ള മേൽനോട്ടത്തിൽ അവൻ വേണ്ട വിധം വളർന്നു വന്നു. തൻ്റെയും ഭർത്താവിൻ്റെയും കുടുംബങ്ങൾ നിരാകരിച്ചിരുന്നതുകൊണ്ട് അവർക്ക് ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഉണ്ടായിരുന്നില്ല. 2 വീടുകൾക്കപ്പുറത്ത് താമസിച്ചിരുന്ന ഒരു വൃദ്ധ മാത്രം വല്ലപ്പോഴും വരും. സു ആനിനെ സ്വന്തം മകളായി കരുതിയിരുന്ന ഉപകാരിയായ ഒരു സ്ത്രീയായിരുന്നു അവർ. അവരും തനിച്ചാണ് കഴിഞ്ഞിരുന്നത്. ചെറുപ്പം പാഴാക്കിയാൽ വാർദ്ധക്യത്തിൽ ബുദ്ധിമുട്ടേണ്ടി വരുമെന്ന് അവർ എപ്പോഴും സു ആനിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. ദരിദ്രമായ സ്ഥിതിയിലായിരുന്നെങ്കിലും സു ആൻ സ്വാശ്രയശീലമുള്ളവളായിരുന്നു. വ്യക്തിപരമായും വീടിൻ്റെ കാര്യത്തിലും വൃത്തിയും വെടിപ്പും പാലിച്ചു. മകനെയും തികഞ്ഞ ശുചിത്വശീലം പഠിപ്പിച്ചു. രാത്രി മകനെ ഉറക്കിയതിനു ശേഷം വളരെ വൈകും വരെ അവർ വീട് അടുക്കും ചിട്ടയുമായി വയ്ക്കാനായി സമയം ചെലവിട്ടു. വീട്ടിൽ വൈദ്യുതി ഉണ്ടായിരുന്നില്ല. എണ്ണവിളക്കുകളാണ് ഉപയോഗിച്ചിരുന്നത്.
അവർ വളരെ ശ്രദ്ധയോടെയാണ് പണം ചെലവ് ചെയ്തത്. എന്നാൽ മകൻ്റെ കാര്യത്തിൽ പിശുക്ക് കാട്ടിയില്ല. കഴിവനുസരിച്ച് അവന് വേണ്ടതെല്ലാം ഒരുക്കിക്കൊടുത്തു. അവൻ ലോലമനസ്കനായിരുന്നു. അവൻ തൻ്റെ രീതിയിൽ അമ്മയെ ഗാഢമായി സ്നേഹിച്ചു. അവൻ ശാഠ്യക്കാരനായിരുന്നില്ല. ഏറെക്കുറെ കിട്ടുന്നതുകൊണ്ട് സന്തോഷിക്കുന്ന തരക്കാരനായിരുന്നു. അതിനു പുറമെ അയൽപക്കക്കാരായ കുട്ടികളും അത്ര സമ്പന്നരായിരുന്നില്ല. എല്ലാവരും ഏതാണ്ട് ഒരേ തരക്കാരായിരുന്നു. മകൻ എന്തു ചെയ്താലും അത് അവരുടെ മനസ്സിനെ വിഷമിപ്പിച്ചില്ല. ചിലപ്പോൾ അവൻ ഭക്ഷണം കഴിക്കുവാൻ കൂട്ടാക്കിയില്ലെങ്കിൽ ഭക്ഷണം ദൈവമാണെന്നും അതിനെ അനാദരിക്കരുതെന്നും ശാന്തമായി നയത്തിൽ അവനെ പറഞ്ഞു മനസ്സിലാക്കി ഭക്ഷണം കഴിപ്പിക്കും. അവൻ ഒരു നല്ല കുട്ടിയായിരുന്നു. പൊതുവെ അവരെ അനുസരിക്കുകയും ചെയ്തിരുന്നു. എന്നും അടുത്തുള്ള സ്കൂളിൽ നിന്ന് അവൻ തിരിച്ചെത്തിയാൽ അവർ അവന് ഭക്ഷണം കൊടുക്കും, ഉറക്കും. ഒരു പുനർവിവാഹത്തിൻ്റെ ആവശ്യകത അവരെ ബോധ്യപ്പെടുത്തുവാൻ വൃദ്ധ വളരെ ശ്രമിച്ചു. അവർ പറഞ്ഞു, നീ എനിക്ക് മകളെപ്പോലെയാണ്. ഈ പ്രായത്തിൽ നിന്നെ സ്വീകരിക്കാൻ പുരുഷന്മാർ തയ്യാറാകും. എനിക്കറിയാം. സുന്ദരിയായ നിന്നിൽ പലർക്കും താല്പര്യമുണ്ട്. ഒരു പുരുഷൻ്റെ കൂട്ട് ആവശ്യമാണെന്ന് ഇപ്പോൾ നിനക്ക് തോന്നിയെന്ന് വരില്ല. നാളെ നീ എന്നെപ്പോലെയാകുമ്പോൾ നിന്നെ ആരാണ് സംരക്ഷിക്കുക? എൻ്റെ സ്ഥിതി നോക്കൂ. എനിക്ക് 10 അടി നടക്കാൻ പ്രയാസമാണ്. ഭക്ഷണം പാകം ചെയ്യുകയും വസ്ത്രങ്ങൾ അലക്കുകയും മറ്റെല്ലാ വീട്ടുജോലികളും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം. ഒരാളെ സഹായത്തിന് വിളിച്ചാൽ കൂലി കൊടുക്കേണ്ടേ? ഞാൻ എങ്ങനെയൊക്കെയോ കഴിച്ചു കൂട്ടുന്നു. ഒരു രാത്രി പെട്ടെന്ന് അസുഖം ബാധിച്ച് വൈദ്യനെ കാണേണ്ടി വന്നാൽ എന്നെ ആരാണ് സഹായിക്കുക? ഒരു രാത്രി ഞാൻ മരിച്ചാൽ ആരെങ്കിലും അത് അറിയുമോ? ഇതെല്ലാം ചിന്തിക്കൂ. നിനക്ക് ഇപ്പോഴും സൗന്ദര്യമുണ്ട്. ഒരു വരനെ കിട്ടാൻ പ്രയാസമില്ല. നിന്റെ ഭർത്താവ് മരിച്ചിട്ട് വർഷം 4 ആയി. നീ ഇനിയും ഇതുപോലെ തുടരുന്നതിൽ അർത്ഥമില്ല. സംശയത്തിന് ഇടവരാത്ത വിധം സുവാൻ അത് നിരാകരിച്ചു. അവരുടെ മനസ്സിൽ മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉച്ചഭക്ഷണം കഴിഞ്ഞ് മകൻ മടിയിൽ കിടന്നുറങ്ങുന്ന സമയത്തായിരിക്കും സാധാരണയായി ഈ വക ചർച്ചകൾ നടക്കുക. സുവാനിൻ്റെ വീട്ടിൽ ഒരു മുറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു ചെറിയ ഹാൾ. അതിന് ഒരു വാതിലും 3 ജനലുകളും വേണ്ടത്ര വായുവും വെളിച്ചവും അകത്ത് കിടക്കും. ഫർണിച്ചർ എന്ന് പറയാൻ ഒരു കസേര മാത്രം ഉണ്ട്. അമ്മയും മകനും നിലത്ത് ഒരു പഞ്ഞിക്കിടക്കയിൽ കിടന്ന് ഉറങ്ങും. ഇരുട്ടായാൽ കുട്ടിക്ക് കള്ളന്മാരെയും പിശാചുക്കളെയും കുറിച്ചുള്ള പേടിയാണ്. ചിലപ്പോൾ അവൻ ജനലുകളെല്ലാം അടയ്ക്കും. വെളുക്കും വരെ മുറിയിൽ ഒരു വിളക്ക് കത്തുന്നുണ്ടാകും. വിവാഹത്തിനു വേണ്ടി തൻ്റെ പേരും മതവും മാറ്റിയിരുന്നെങ്കിലും വീട്ടിൽ ചെറിയ ഒരു അൾത്താരയും അതിൽ ഒരു ബുദ്ധവിഗ്രഹവും അവർ സൂക്ഷിച്ചിരുന്നു. പകൽ ധാരാളം സമയം ഉറങ്ങുന്നതുകൊണ്ട് രാത്രി കുട്ടിക്ക് ഉറക്കം വരാൻ താമസിച്ചാൽ കഥ പറഞ്ഞും പാട്ടുപാടിയും അവർ അവനെ ഉറക്കും. അവൻ നല്ല ഉറക്കമായതിനു ശേഷം അടുക്കളയിൽ പോയി ബാക്കിയുള്ള ജോലികൾ തീർക്കും. അവർ മകനു വേണ്ടി കഠിനമായി അധ്വാനിച്ചു. അവർക്ക് ജീവിതത്തിൽ മറ്റൊരു ലക്ഷ്യവും ഉണ്ടായിരുന്നില്ല. യാത്ര അവർക്ക് ഇഷ്ടമായിരുന്നില്ല. ശീഘ്രത അവർക്ക് മനം പുരട്ടലുണ്ടാക്കും. എല്ലാത്തരം യാത്രകളും അവർ ഒഴിവാക്കി. ആ വൃദ്ധസ്ത്രീ ഒഴികെ ആരും അവരുടെ ദിനചര്യയെ തടസ്സപ്പെടുത്തിയില്ല. ദയവുള്ള വൃദ്ധയെ അവർക്കിഷ്ടമായിരുന്നു. സുവാൻ ആ സ്ത്രീയോട് പറഞ്ഞു, ഞാൻ എൻ്റെ മകന് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കും. അവൻ ഒരു വലിയ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാകും. അപ്പോൾ ഞങ്ങൾ ഈ വീടും പുരയിടവും ഉപേക്ഷിച്ച് പോകും. ജനങ്ങൾ അവനെ ബഹുമാനിക്കും. അവനു വേണ്ടി ഞാൻ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടെത്തും. എനിക്ക് പ്രായമാകുമ്പോൾ അവൻ എനിക്ക് സമാധാനപൂർണമായ ഒരു ജീവിതം തരും. എനിക്ക് ജീവിതത്തിൽ മറ്റൊരു ആഗ്രഹവും ഇല്ല. അവർ കുറേയൊക്കെ നിർബന്ധ ബുദ്ധി ഉള്ളവളായിരുന്നു. എപ്പോഴും മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടി നടപ്പിലാക്കും. മകൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറായില്ല. തൻ്റെ കഴിവനുസരിച്ച് അവന് ആവശ്യമുള്ളതെല്ലാം ലഭ്യമാക്കി. ഒരിക്കലും അവനെ പുറത്തുപോയി കളിക്കുവാൻ ഒറ്റയ്ക്ക് വിട്ടില്ല. കളിസ്ഥലത്തേക്ക് പോകാൻ റോഡ് മുറിച്ച് കടക്കേണ്ടിയിരുന്നു. അവർ എപ്പോഴും കൂടെ പോകും. മഴയത്ത് നടക്കുമ്പോൾ അവൻ്റെ കൈ പിടിക്കും. അവൻ വഴുതി വീഴുകയും പരിക്ക് പറ്റുകയും ചെയ്തേക്കാം എന്നവർ ഭയന്നു. ഒരിക്കലും തൻ്റെ കൺമുന്നിൽ നിന്ന് മാറാൻ അവർ അവനെ അനുവദിച്ചില്ല. അവരുടെ നാത്തൂൻ ദുഷ്ടയായ ഒരു സ്ത്രീയായിരുന്നു. ഉപജീവനത്തിന് വേണ്ടി സുവാൻ വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് അവർ പറഞ്ഞു പരത്തി. ബന്ധുക്കളിൽ ചിലരുടെ പ്രേമ അഭ്യർത്ഥനകൾ നിരസിച്ചതിനും പുനർവിവാഹത്തിന് സമ്മതിക്കാത്തതിനും അതാണ് കാരണമെന്ന് ബന്ധുക്കളിൽ ചിലർ വിശ്വസിച്ചു. സുവാൻ പരസ്യമായി അപമാനിക്കപ്പെടുക പോലും ചെയ്തു. ഒരിക്കലും പ്രതികരിക്കാതെ എല്ലാം അവർ നിശബ്ദമായി സഹിച്ചു. താൻ കരയുന്നത് മകൻ കാണാതിരിക്കാൻ അവർ ശ്രദ്ധിച്ചു. അവനെ എപ്പോഴും സന്തോഷവാനും ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുന്നവനുമായി വളർത്തി. കുട്ടിക്കാകട്ടെ അമ്മ സഹിച്ചുകൊണ്ടിരുന്ന യാതനകൾ മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടും ഉണ്ടായിരുന്നില്ല.
സൂആൻ എല്ലാ അപമാനവും നിശബ്ദമായി സഹിച്ച് തൻ്റെ ശ്രദ്ധ മുഴുവൻ മകനിൽ കേന്ദ്രീകരിച്ചു. മകൻ വേണ്ട പോലെ വളരുകയായിരുന്നു. 7 വയസ്സാകാറായി. പാഠങ്ങൾ നന്നായി പഠിച്ചിരുന്നു. ഒരു ദിവസം അവൻ സ്കൂളിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ അവന് പനിയുണ്ടായിരുന്നു. അവർ കയ്യിൽ സൂക്ഷിച്ചിരുന്ന മരുന്ന് കൊടുത്തു. കുട്ടി വേഗം ഉറങ്ങി. വൈകുന്നേരത്തോടെ പനി കൂടുതലായി. അവനെ അടുത്തുള്ള 2 രോഗികളെ മാത്രം കിടത്താൻ സൗകര്യമുള്ള ക്ലിനിക്കിലേക്ക് കൊണ്ടുപോയി. അവിടെ സ്ഥിരമായി ഡോക്ടറില്ല. ഒരു ഡോക്ടർ എല്ലാ ദിവസവും വരും. ക്ലിനിക്കിലെ പരിചാരകൻ കുട്ടിയെ അവിടെ കിടത്തി. പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ പരിശോധിച്ച് മരുന്ന് കൊടുത്തു. കുട്ടിക്ക് വീട്ടിലേക്ക് പോകണമെന്നുണ്ടായിരുന്നു. ഒരു ദിവസം കൂടി അവിടെ കിടക്കാനായിരുന്നു ഡോക്ടറുടെ നിർദ്ദേശം. മരുന്നുകൾ കൃത്യമായി കൊടുത്തിരുന്നെങ്കിലും പനി മാറിയില്ല. പിറ്റേന്ന് വൈകുന്നേരത്തോടെ കുട്ടി അബോധാവസ്ഥയിലായി. സൂആൻ എല്ലാ ദൈവങ്ങളോടും തനിക്ക് ഏറ്റവും വിലപ്പെട്ട തൻ്റെ മകനെ സുഖപ്പെടുത്തണമേ എന്ന് ഉള്ളുരുകി പ്രാർത്ഥിച്ചു. രാത്രി ഏറെ ചെന്നപ്പോൾ കുട്ടി കണ്ണുമിഴിച്ച് അമ്മയെ നോക്കി. അമ്മ അവൻ്റെ വലതുകൈ തൻ്റെ ഇടതുകൈയിൽ പിടിച്ച് അവൻ്റെ നെഞ്ചിൽ തടവിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. കണ്ണീർ തുടച്ച് അമ്മ അവനെ സമാധാനിപ്പിച്ചു. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്ക് സുഖമാകുമെന്ന് അവർ അവനോട് പറഞ്ഞു. അവൻ പതുക്കെ കണ്ണുകൾ അടച്ചു. അവൻ്റെ കൈ തണുത്തു വരുന്നതായി സൂആൻ മനസ്സിലാക്കി. പനി മാറി. അവൻ്റെ കാലുകൾ തൊട്ടുനോക്കി. അവയും തണുത്തിരുന്നു. അവൻ്റെ മുഖത്ത് നോക്കി. മുഖം നിശ്ചലമായിരുന്നു. ശ്വാസം നിലച്ചിരുന്നു. അപ്പോഴും കവിളുകളിൽ നനവുണ്ടായിരുന്നു. ഒരു ഞെട്ടലോടെ അവർ സത്യം മനസ്സിലാക്കി. അവൻ തന്നെ വിട്ടുപോയിരിക്കുന്നു. നിറഞ്ഞ കണ്ണുകളോടെയുള്ള ആ നോട്ടം അവൻ്റെ അവസാന വിടവാങ്ങലായിരുന്നു. അവർ അവൻ്റെ കവിളിൽ ചുംബിച്ചു. അവനെ കെട്ടിപ്പിടിച്ച് കുറേ നേരം അരികിൽ കിടന്നു. എന്ത് ചെയ്യണമെന്നറിയില്ല. യാഥാർത്ഥ്യം അംഗീകരിച്ച് ജീവിക്കണമോ അതോ മരിക്കണമോ? പരിചാരകൻ അവർ അങ്ങനെ കിടക്കുന്നത് കണ്ടു. അത് അനുവദനീയമല്ലാത്തതുകൊണ്ട് അവരോട് എഴുന്നേൽക്കാൻ പറഞ്ഞു. അവർ നിശബ്ദമായി കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. അയാൾ കുട്ടിയുടെ നാഡിമിടിപ്പ് നോക്കി. അവൻ മരിച്ചിരിക്കുന്നു. അയാൾ അവരെ ഒരു കസേരയിൽ ഇരുത്തി. ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു. അവരെ ആശ്വസിപ്പിച്ചു. സൂആനിൻ്റെ ജീവിതം കഴിഞ്ഞു. തൻ്റെ മകനെ വളർത്തി വലുതാക്കുന്നതൊഴികെ അവരുടെ ജീവിതത്തിൽ മറ്റൊരു ലക്ഷ്യമുണ്ടായിരുന്നില്ല. ഇപ്പോൾ എല്ലാം അവസാനിച്ചു. സ്വപ്നമെല്ലാം തകർന്നടിഞ്ഞു. യാഥാർത്ഥ്യം വിരസവും ശുഷ്കവുമായി തോന്നി. മകനെ സുഖപ്പെടുത്തുവാൻ വേണ്ടി താൻ പ്രാർത്ഥിച്ച അതേ ദൈവങ്ങളോട് അവൻ്റെ ആത്മാവിനെ സംരക്ഷിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അവർ മരവിച്ചിരുന്നു. രാവിലെ ഡോക്ടർ വന്ന് ഔപചാരികതകൾ പൂർത്തിയാക്കി. ശവശരീരം വിട്ടുകൊടുത്തു. വീട്ടുവളപ്പിൽ തന്നെ ശരീരം മറവു ചെയ്യപ്പെട്ടു. ക്രിസ്തീയ ആചാരപ്രകാരമോ ബുദ്ധമത സമ്പ്രദായത്തിലോ ആയിരുന്നില്ല ശവസംസ്കാരം. നിഷ്കളങ്കനായ ഒരു ചെറിയ കുട്ടിക്ക് എന്ത് ജാതി, എന്ത് മതം? ആരെയും ആശ്രയിക്കാതെ അധ്വാനിച്ച് കൃഷിപ്പണി ചെയ്ത് മകൻ്റെ ആത്മാവിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സൂആൻ 52 വയസ്സുവരെ ജീവിച്ചു. അവർ ഒന്നിനെപ്പറ്റിയും പരാതിപ്പെട്ടില്ല. അവസാന ദിവസം വരെ ജോലിയെടുത്തു. സമാധാനപരമായി ഉറക്കത്തിൽ മരിച്ചു. 2 ദിവസമായി അവരെ പുറത്ത് കാണാത്തതുകൊണ്ട് അന്വേഷിക്കാൻ വന്ന അയൽക്കാരൻ അവർ മരിച്ചു കിടക്കുന്നത് കാണുകയായിരുന്നു. കഥ തുടരുന്നു. ഫിലിപ്പീൻസിൽ ഒരു ചെറിയ ഗ്രാമത്തിൽ അവിവാഹിതരായ ദമ്പതികൾക്ക് ഒരു പെൺകുട്ടി ജനിച്ചു. മറിയ എന്ന് അവൾക്ക് പേരിട്ടു. 3 സഹോദരങ്ങളിൽ രണ്ടാമത്തേതായിരുന്നു അവൾ. മൂത്തത് സഹോദരിയും ഇളയത് സഹോദരനും. ഒരു കാര്യത്തിലും അവർ അവളെപ്പോലെ ആയിരുന്നില്ല. അച്ഛൻ മുറിവേറ്റു വിരമിച്ച ഒരു പട്ടാളക്കാരനായിരുന്നു. അമ്മ വീട്ടമ്മയും. അവർ വിവാഹിതരായില്ല. അതിന് സമയം കിട്ടിയില്ല. അതിൻ്റെ ആവശ്യവും തോന്നിയില്ല. അച്ഛൻ്റെ അനാരോഗ്യം കുടുംബത്തെയാകെ ബാധിച്ചു. യുദ്ധത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അയാൾ അവശനായെങ്കിലും മരിച്ചില്ല. അയാൾക്ക് ലഹരി ഉപയോഗിക്കുന്ന ശീലവും ഉണ്ടായിരുന്നു. ഇതുമൂലം അയാൾക്കും കുടുംബത്തിനും പല ബുദ്ധിമുട്ടുകളും ഉണ്ടായി. ഇതുകൊണ്ട് ബന്ധുക്കൾ പോലും അവരിൽ നിന്ന് അകന്നു നിന്നു. മാതാപിതാക്കൾക്കിടയിൽ പല അനിഷ്ട സംഭവങ്ങളും ഉണ്ടായി. അവയെല്ലാം കുട്ടികളെ വൈകാരികമായി ബാധിച്ചു. അച്ഛന് മറിയയെക്കുറിച്ച് വലിയ മതിപ്പായിരുന്നു. അവൾക്ക് അത് തൻ്റെ മുൻജന്മത്തിലെ ഭർത്താവാണ് എന്ന് അറിയാൻ കഴിഞ്ഞില്ല. മറിയ പറഞ്ഞതെല്ലാം അച്ഛൻ അനുസരിച്ചു. മൂത്ത സഹോദരി പല അവിവേകങ്ങളും കാട്ടുമായിരുന്നു. മറിയ ആദ്യം മുതൽ തന്നെ പക്വതയും സമചിത്തതയും ഉള്ളവളായിരുന്നു. ഏറ്റവും മൂത്തവർക്കും ഏറ്റവും ഇളയവൾക്കുമുള്ള പ്രത്യേക ആനുകൂല്യങ്ങൾ തനിക്ക് കിട്ടില്ലെങ്കിലും ഒരിക്കലും പരാതി പറയാതെ മറ്റുള്ളവർക്ക് ശല്യമാകാതെ അവൾ കഴിഞ്ഞുകൂടി. പലർക്കും അവളെ ഇഷ്ടവും പലർക്കും അവളോട് അസൂയയും ആയിരുന്നു.
അവൾക്ക് വിശ്വസ്തരായ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. സത്യസന്ധതയും ഇച്ഛാശക്തിയും ആയിരുന്നു അവളുടെ സ്വഭാവത്തിൻ്റെ ശക്തി. അമ്മയെപ്പോലും അവൾ ഉപദേശിക്കും. അമ്മ അത് കേൾക്കാൻ നിർബന്ധിതയുമായിരുന്നു. അങ്ങനെ ഇളം പ്രായത്തിൽ തന്നെ അവൾ അനുകരണീയമായ പക്വത പ്രദർശിപ്പിച്ചു. പഠനകാര്യങ്ങൾ മിക്കതും അവൾ പരസഹായം കൂടാതെ നിർവഹിച്ചു. യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസത്തിന് തൻ്റെ ചെറിയ പട്ടണം വിട്ട് തലസ്ഥാന നഗരിയിലേക്ക് പോകേണ്ടതുണ്ടായിരുന്നു. നഗരത്തിൽ മറ്റു നിവൃത്തിയില്ലാത്തതുകൊണ്ടും നിർബന്ധത്തിന് വഴങ്ങിയും അവൾ അമ്മാമ്മൻ്റെയും പിതൃ സഹോദരിയുടെയും കൂടെ താമസിച്ചു. വാസ്തവത്തിൽ അവൾ അവർക്ക് സ്വീകാര്യയായിരുന്നില്ല. അവളെക്കുറിച്ച് ആതിഥേയർക്ക് മതിപ്പും ഉണ്ടായിരുന്നില്ല. പരീക്ഷയ്ക്ക് ഒരുമിച്ച് പഠിക്കാനായി വല്ലപ്പോഴും വീട്ടിൽ വന്നിരുന്ന സഹപാഠികളുടെ മുന്നിൽ അവളെ അധിക്ഷേപിക്കാനും പരിഹസിക്കാനും കിട്ടിയ ഒരവസരവും അമ്മായി പാഴാക്കിയില്ല. ഇത് അവളെ വല്ലാതെ വേദനിപ്പിച്ചു. ഒരിക്കൽ പണം മോഷ്ടിച്ചു എന്നാരോപിച്ച് അർദ്ധരാത്രിയിൽ അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അത് വലിയൊരാഘാതമായിരുന്നു. തൻ്റെ അഭിമാനത്തിനും മാന്യതയ്ക്കും അന്തസ്സിനും ഏറ്റ മുറിവ് അവളെ കരയിച്ചു. എന്നാൽ അവളുടെ യഥാർത്ഥ സ്വാതന്ത്ര്യം ആശ്രിതത്വമില്ലായ്മ ആ നിമിഷത്തിൽ ആരംഭിച്ചു. തികഞ്ഞ അനിവാര്യത കൊണ്ട് ജീവിതത്തെ ധൈര്യപൂർവ്വം നേരിടാൻ അവൾ പഠിച്ചു. ഒരു സ്നേഹിതയുടെ വീട്ടിലേക്ക് അവൾ താമസം മാറ്റി. ബിരുദം ലഭിക്കുന്നതുവരെ അവിടെ താമസിച്ചു. പകലും രാവും പ്രയത്നിച്ച് അവൾ സ്വന്തം പാത നിർമ്മിച്ചു. മറ്റൊരു രാജ്യത്ത് സ്വയം ഒരു ജോലി കണ്ടെത്തി ആ വിദൂര ദേശത്ത് താമസമാക്കി. സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കുമിടയിൽ അവൾ പൊതുവെ സമ്മതിയുള്ളവളായിരുന്നു. ഇടപാടുകാർക്കും അവളെ ബഹുമാനമായിരുന്നു. മേലധികാരിയും അവളുടെ ആർജവത്തെ ആദരിച്ചു. അവൾക്ക് 23 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും മുതിർന്ന സഹപ്രവർത്തകർ പോലും തങ്ങളുടെ രഹസ്യങ്ങൾ അവളോട് തുറന്നു പറയുകയും അവളുടെ ഉപദേശം തേടുകയും ചെയ്തു. അവൾക്ക് പണത്തിനോട് കൊതി ഉണ്ടായിരുന്നില്ല. ഉദാരമായി ചെലവഴിക്കുകയും ചെയ്തു. അവളുടെ ദൗർബല്യം കാപ്പിയും വല്ലപ്പോഴും ഒരു ബിയറും മാത്രമായിരുന്നു. എന്നാൽ അവൾ എപ്പോഴും മിതത്വം പാലിച്ചു. അവൾ എപ്പോഴും ഭംഗിയായി വസ്ത്രം ധരിച്ചിരുന്നു. പുരുഷന്മാരുടെ അവരുടെ ഉദ്ദേശം മനസ്സിലാക്കി ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തു. ഗൗരവക്കാരിയായ ദൃഢനിശ്ചയം സ്ഫുരിക്കുന്ന മിക്കവാറും ഒരു തൻ്റേടക്കാരിയായ പെണ്ണിൻ്റെ പ്രതിച്ഛായയാണ് അവൾ ഉണ്ടാക്കിയത്. അവൾക്ക് ജീവിതത്തിൽ 2 കാമുകന്മാരുണ്ടായിരുന്നു. 2 പേരും ഒരു പരിധിക്കപ്പുറം പോയില്ല. വിവാഹത്തിന് മുമ്പ് കന്യാത്വം നഷ്ടപ്പെടരുതെന്ന് അച്ഛൻ താക്കീത് നൽകിയിരുന്നു. അത് പാലിക്കുവാൻ അവൾ നിശ്ചയിച്ചിരുന്നു. സുഹൃത്തുക്കൾ അധികവും പുരുഷന്മാരായിരുന്നു. എല്ലാവരും അവളെ ബഹുമാനിച്ചിരുന്നു. ആരും അവളോട് അമിത സ്വാതന്ത്ര്യം എടുത്തില്ല. അവൾ ആരെയും അതിന് അനുവദിച്ചതുമില്ല. മേലധികാരി പ്രതീക്ഷിച്ചതിലും നന്നായി അവൾ ജോലി ചെയ്തു. അതിന് നല്ല അംഗീകാരവും കിട്ടി. അവരുടെ സ്ഥാപനം ഒരു അന്തർദേശീയ സമ്മേളനം നടത്തുന്നുണ്ടായിരുന്നു. അവൾ പ്രധാന കോർഡിനേറ്റർമാരിൽ ഒരാളായിരുന്നു. ആതിഥ്യത്തിലും ഏകോപനത്തിലും ഒരു പോരായ്മയും വരാതിരിക്കാനായി വളരെ ചെറിയ വിശദാംശങ്ങളിൽ വരെ അവൾ ശ്രദ്ധിച്ചു. പല അതിഥികളെയും അവൾ തന്നെ വിമാനത്താവളത്തിൽ സ്വീകരിക്കുകയും ഹോട്ടൽ മുറികളിൽ കൊണ്ടുവിടുകയും ചെയ്തു. അതിഥികളെല്ലാം ലോകമെമ്പാടുമുള്ള പ്രശസ്തങ്ങളായ കമ്പനികളിലെ ഭരണാധികാരികളായിരുന്നു. മറിയയുടെ മാന്യമായ പെരുമാറ്റം അവർക്ക് ഇഷ്ടമായി. അവൾ കുറച്ച് സംസാരിക്കുകയും കൂടുതൽ കേൾക്കുകയും ചെയ്തു. സാംസ്കാരിക വ്യത്യാസങ്ങൾ പരിഗണിക്കുമ്പോൾ അതാണ് ചെയ്യേണ്ടത് എന്ന് അവൾക്കറിയാം. സാംസ്കാരിക സ്ഥിതിയെക്കുറിച്ച് അവൾക്ക് തികഞ്ഞ ബോധമുണ്ടായിരുന്നു. എല്ലാം വളരെ നന്നായി കഴിഞ്ഞുകൂടി. അവസാനം വന്ന 2 അതിഥികൾ ഏകദേശം 8 മണിക്കൂർ വിമാനയാത്ര വേണ്ടതായ ദൂരത്തു നിന്നുള്ളവരായിരുന്നു. നേരത്തെ നിശ്ചയിച്ചതുപോലെ അവൾ അവരെ കൂട്ടിക്കൊണ്ടുവന്ന് ഹോട്ടലിൽ എത്തിച്ചു. വിമാനത്താവളത്തിൽ ആ അതിഥികളെ കണ്ട നിമിഷം മുതൽ അതിൽ ഒരാൾ അവളുടെ ശ്രദ്ധയാകർഷിച്ചു. അയാളുടെ കണ്ണുകൾ തനിക്ക് പരിചിതമാണെന്ന് അവൾക്ക് തോന്നി. പക്ഷെ അതിന് സാധ്യതയില്ല. കാരണം അയാൾ ആദ്യമായാണ് ഈ രാജ്യത്ത് വരുന്നത്. അയാൾക്ക് തന്നേക്കാൾ പ്രായം കൂടുതൽ ഉണ്ട്. ഒരു 20 വയസ്സെങ്കിലും കൂടുതൽ. എന്തെങ്കിലും ആകട്ടെ, ആ ചിന്ത ഉപേക്ഷിച്ച് അവൾ തൻ്റെ ചുമതലകളിൽ വ്യാപൃതയായി. അന്ന് വൈകുന്നേരം വീണ്ടും അയാളുടെ മുഖം അവളുടെ മനസ്സിലേക്ക് വന്നു. അതാരായിരിക്കും? ഞാൻ അദ്ദേഹത്തെ മുമ്പ് കണ്ടിട്ടുണ്ട്. എനിക്ക് അദ്ദേഹത്തെ അറിയാം. എനിക്ക് അദ്ദേഹത്തെ എങ്ങനെ അറിയാം? അദ്ദേഹം അന്യരാജ്യക്കാരനാണ്. പല രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. ഞാൻ എവിടെ വെച്ചാണ് അദ്ദേഹത്തെ കണ്ടത്?
പിറ്റേ ദിവസത്തേക്ക് ഒരു വിനോദയാത്ര ഏർപ്പെടുത്തിയിരുന്നു. ഈ മാന്യൻ ഉൾപ്പെട്ട സംഘത്തിൻ്റെ ഗൈഡ് അവളായിരുന്നു. അത് ആകസ്മികമായിരുന്നു. അദ്ദേഹം മൗനിയും തീരെ നാട്യമില്ലാത്തവനുമാണെന്ന് അവൾ മനസ്സിലാക്കി. അദ്ദേഹത്തിനോട് അടുത്ത് പെരുമാറുന്നതിൽ കരുതലിൻ്റെ ആവശ്യമോ എന്തെങ്കിലും തടസ്സമോ അവൾക്ക് അനുഭവപ്പെട്ടില്ല. തന്നിഷ്ടം മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുന്ന സ്വഭാവം ഇല്ലായിരുന്നെങ്കിലും ഈ മനുഷ്യന് മാർഗനിർദ്ദേശവും സംരക്ഷണവും കൊടുക്കേണ്ടത് ആവശ്യമാണെന്ന് അവൾക്ക് തോന്നി. പലരും അദ്ദേഹത്തെ നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം പിൻവലിയുന്ന പ്രകൃതക്കാരനും ആരുടെയും ശ്രദ്ധയിൽപ്പെടാൻ ആഗ്രഹിക്കാത്തവനുമാണെന്ന് അവൾ മനസ്സിലാക്കി. കുറച്ചു കൂടുതൽ നടക്കേണ്ടി വന്നാലും കാൽനടക്കാർക്കായി അടയാളപ്പെടുത്തിയ സ്ഥലത്തോ അഥവാ മേൽപ്പാലത്തിൽ കൂടിയോ അല്ലാതെ റോഡ് മുറിച്ചു കടക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ലജ്ജാശീലനായിരുന്നു. അപകട സാധ്യതയുള്ള എന്തും ഒഴിവാക്കിയിരുന്നു എന്ന് അവൾക്ക് തോന്നി. റോഡിൻ്റെ മറുവശത്തേക്ക് കടക്കുമ്പോൾ അവൾ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചു. അദ്ദേഹം തമാശയായി പറഞ്ഞു, "എനിക്ക് നിങ്ങൾ വിചാരിക്കുന്നത്ര പ്രായമായിട്ടില്ല." രണ്ടുപേരും ചിരിച്ചു. വീണ്ടും അദ്ദേഹം തൻ്റെ മൗനത്തിലേക്കും പിൻവലിയലിലേക്കും താൽപ്പര്യക്കുറവിലേക്കും തിരിച്ചുപോയി. അദ്ദേഹം അങ്ങേയറ്റം മനോരാജ്യക്കാരനാണെന്ന് അവൾക്ക് തോന്നി. ഓരോ തവണ റോഡ് മുറിച്ച് കടക്കുമ്പോഴും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അവൾ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് സഹായിച്ചിരുന്നു. അത് തൻ്റെ ചുമതലയാണെന്ന നിലയ്ക്കാണ് ചെയ്യുന്നത് എന്നത് അവളെ തന്നെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുന്നത് തൻ്റെ ഉത്തരവാദിത്തമാണെന്ന പോലെ. റോഡിൽ പായുന്ന വാഹനങ്ങൾക്കും അദ്ദേഹത്തിനും ഇടയിൽ അവളുണ്ടാകും. അപ്പോഴെല്ലാം അദ്ദേഹം പുഞ്ചിരിക്കും, തമാശ പറയും, തന്നെ ഇത്ര കാത്തുരക്ഷിക്കേണ്ട ആവശ്യമില്ലെന്ന് ചെറുതായി പ്രതിഷേധിക്കും. എന്തുകൊണ്ടാണെന്നറിയില്ല, അദ്ദേഹത്തിൻ്റെ ക്ഷേമത്തിൻ്റെ ചുമതല അവൾ ഏറ്റെടുത്തു. അദ്ദേഹത്തിൻ്റെ ഭക്ഷണകാര്യത്തിലെ പ്രത്യേക ആവശ്യങ്ങളും അവൾ നിറവേറ്റി. മടങ്ങിപ്പോകുന്ന ദിവസം അദ്ദേഹം സംഘാടകരെയും ഗൈഡുകളെയും ഔപചാരികമായി പ്രാതലിന് ക്ഷണിച്ചു. സമ്മേളനം കഴിഞ്ഞ ദിവസം വൈകുന്നേരം തന്നെ അദ്ദേഹത്തെ പോയി കാണുവാനുള്ള ഒരു പ്രേരണ അവളിൽ ഉണ്ടായി. ഫോണിൽ വിളിച്ചപ്പോൾ സ്വതേ ലജ്ജാലുവായിരുന്ന അദ്ദേഹം മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു. നഗരം ചുറ്റിക്കാണിക്കാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കൂടെ പോയി. പഴയ നഗരത്തിലെ തെരുവുകളിൽ നടക്കുമ്പോൾ അവർ കുറേ സംസാരിച്ചു. അവൾ ഒരു വയസ്സനോട് എന്ന പോലെ തന്നോട് പെരുമാറുന്നതിൽ അദ്ദേഹം അത്ഭുതം പ്രകടിപ്പിച്ചു. അവൾ തിരുത്തി, അങ്ങനെയല്ല, ഒരു ചെറിയ അങ്ങനെ ചിരിക്കുന്നതിലും അവൾക്ക് അത്ഭുതം തോന്നി. പെരുമാറ്റരീതി കണ്ടാൽ അദ്ദേഹം ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണെന്ന് തോന്നുകയേ ഇല്ലെന്ന് അവൾ പറഞ്ഞു. അവളുടെ ദൃഷ്ടിയിൽ അദ്ദേഹം നാണം കുണുങ്ങിയും തൊട്ടാവാടിയുമായ ഒരു കൊച്ചുകുട്ടിയാണ്. അദ്ദേഹം പൊട്ടിച്ചിരിച്ചു. ഒരു വിദേശ രാജ്യത്ത് വെച്ച് അപരിചിതയായ ഒരു ചെറുപ്പക്കാരി തന്നെ ഒരു ശിശുവായി കാണുന്നതിലുള്ള രസവും അത്ഭുതവും അദ്ദേഹത്തിന് അടക്കാനായില്ല. തൻ്റെ ജീവിതത്തിൽ മുമ്പൊരിക്കലും ഇങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം അവളോട് പറഞ്ഞു. വ്യാപാരത്തെയും വിദേശ ജീവിതത്തെയും അവളുടെ രാജ്യത്തെക്കുറിച്ചുള്ള തൻ്റെ മതിപ്പിനെയും കുറിച്ച് അദ്ദേഹം പലതും പറഞ്ഞു. അവൾ ശ്രദ്ധാപൂർവം എല്ലാം കേട്ടു. പറഞ്ഞ ഓരോ വാക്കും കേൾക്കുവാൻ അവൾക്ക് കൊതിയായിരുന്നു എന്നതിൽ അവൾക്ക് തന്നെ അത്ഭുതം തോന്നി. ഉത്സുകയായ ഒരമ്മ തൻ്റെ കുഞ്ഞുമകൻ്റെ വലിയ കഥകൾക്ക് അവൻ പറയുന്ന ഓരോ വാക്കിലും ആശ്ചര്യവും രസവും പ്രകടിപ്പിച്ചുകൊണ്ട് കൗതുകപൂർവ്വം ചെവി ഓർക്കുന്നത് പോലെയായിരുന്നു അത്. യുഗങ്ങളായി ഈ കഥകൾക്കായി കാത്തിരുന്നതുപോലെ. ഇനി എന്താണ് പറയുവാൻ പോകുന്നതെന്ന് അവൾക്ക് മിക്കവാറും അറിയാമായിരുന്നു. എല്ലാം എഴുതിവെച്ച തിരക്കഥ പോലെ. പിറ്റേന്ന് പ്രാതലിന് കണ്ടപ്പോൾ അദ്ദേഹം വീണ്ടും ഔപചാരികത പാലിച്ചു. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ എന്നും പ്രശാന്തമായ ഒരു അന്തസ്സുണ്ടായിരുന്നു. അവളോട് എല്ലായ്പ്പോഴും അദ്ദേഹം നിശബ്ദമായ ഒരു ആദരവും പ്രകടിപ്പിച്ചിരുന്നു. അതൊരമ്മയോടുള്ള ബഹുമാനമായിരുന്നോ, അതോ ഉത്കൃഷ്ടയായ ഒരു ആതിഥേയയോടുള്ള ആദരവോ? അടുത്ത ദിവസം അദ്ദേഹം പോയി. അവർ തമ്മിൽ ആശയവിനിമയം തുടർന്നു. താൻ അവളേക്കാൾ മുതിർന്നവനായിട്ടും അവൾ തന്നോട് ഒരു കുട്ടിയോടെന്ന പോലെ പെരുമാറുന്നതിൽ അദ്ദേഹത്തിന് അത്ഭുതം നിലനിന്നു. താൻ തന്നെ നിശ്ചയിച്ച അമ്മ എന്ന പദവി അവളും നിലനിർത്തി. ഏറ്റവും തിരക്കുള്ള സമയത്ത്
അവൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ആവശ്യപ്പെടും. തമാശയായി തോന്നുമെങ്കിലും അദ്ദേഹം അതിന് വഴങ്ങും. ചിലവേറിയ ദീർഘദൂര ഫോൺ കോളുകളിലൂടെ അദ്ദേഹം സമയത്തിന് ഉറങ്ങിയെന്നും സമയത്തിന് ഭക്ഷണം കഴിച്ചെന്നും അനുയോജ്യമായ വസ്ത്രം ധരിച്ചെന്നും അവൾ ഉറപ്പുവരുത്തും. അദ്ദേഹം അവളെ അമ്മ എന്ന് വിളിച്ചു തുടങ്ങി. ശരി അമ്മേ, അങ്ങനെ ചെയ്യാമമ്മേ, വിഷമിക്കേണ്ട അമ്മേ എന്ന് അദ്ദേഹം പറയും. ഒരമ്മ തൻ്റെ പ്രിയപുത്രൻ്റെ കാര്യത്തിലെന്ന പോലെ അദ്ദേഹം തന്നെ മാത്രമേ സ്നേഹിക്കാവൂ എന്ന താല്പര്യവും ചെറുതായി അവൾക്കുണ്ടായിരുന്നു. കുറേ മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം അവളോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ദത്തെടുക്കുകയാണ്. നിങ്ങളുടെ തൊഴിലിടത്തിൻ്റെ പടവുകൾ കയറാൻ ഞാൻ നിങ്ങളെ സഹായിക്കും. അങ്ങനെ മറ്റൊരു ജന്മത്തിലെ അമ്മയെ മകൻ ദത്തെടുത്തു. അദ്ദേഹത്തെ കണ്ടുമുട്ടിയതിനു ശേഷം അവൾ ആകെ മാറി. അവൾക്ക് ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിച്ചു. തൻ്റെ ദുഃഖങ്ങളെ അനായാസം കൈകാര്യം ചെയ്യാനാകുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. തൻ്റെ മകനിൽ നിന്ന് ഇപ്പോൾ പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ്റെ ക്ഷേമം ആഗ്രഹിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും മാത്രം ചെയ്തു. അമ്മയുടെ സ്നേഹം പവിത്രവും സമയത്തിൻ്റെ പരിധികളില്ലാത്തതുമാണ്. വളരെ കാലം മുമ്പ് നഷ്ടപ്പെട്ട തൻ്റെ മകനെ തിരിച്ചു കിട്ടിയെന്ന് അവളുടെ ആത്മാവിന് നല്ലപോലെ അറിയാമായിരുന്നു. അവനെ വീണ്ടും കാണുവാനായി എത്ര വർഷങ്ങളായി കാത്തിരിക്കുന്നു. ആത്മാവിൻ്റെ തിരിച്ചറിവ് പെട്ടെന്നായിരുന്നു. മനസ്സ് എപ്പോഴും ചോദ്യങ്ങൾ ഉണ്ടാക്കി. സ്വപ്നത്തിൻ്റെ പകുതിക്ക് വെച്ച് തന്നെ വിട്ടുപോയ മകൻ സ്വപ്നം പൂർത്തീകരിക്കാനായി തിരിച്ചെത്തിയിരിക്കുന്നു. വാർദ്ധക്യത്തിൽ മകൻ തനിക്ക് സമാധാനവും സന്തോഷവും തരുമെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു. തനിക്ക് സമാധാനവും സ്ഥിരതയും തരാൻ ആ മകൻ മറ്റൊരു തരത്തിൽ ഈ ജീവിതത്തിൽ തിരിച്ചു വന്നിരിക്കുന്നു. ഈ മനുഷ്യനിൽ നിന്ന് അദ്ദേഹം വളരെ അകലെയാണ് താമസിക്കുന്നതെങ്കിലും സംരക്ഷണം മാത്രമാണ് അവൾ കാക്ഷിച്ചത്. അദ്ദേഹത്തെ കാണുവാൻ ജന്മസ്ഥലത്ത് നിന്ന് വളരെ ദൂരെ പുതിയൊരു സ്ഥലത്ത് കുടിയേറി പാർക്കേണ്ടി വന്നു. കഴിഞ്ഞ ജന്മത്തിലെ മകനെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചത് യാദൃച്ഛികമായിരുന്നില്ല. മകനെ റോഡ് മുറിച്ചു കടക്കാൻ സഹായിച്ചത് യാദൃച്ഛികമായിരുന്നില്ല. അവൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ജന്മത്തിലെ നാത്തൂനെ ഈ ജന്മത്തിലെ അമ്മായിയുടെ രൂപത്തിൽ കണ്ടതും യാദൃച്ഛികമല്ല. നാത്തൂൻ്റെയും അമ്മായിയുടെയും പെരുമാറ്റത്തിൽ സ്ഥിരതയുണ്ടായിരുന്നു. ഒരാൾ കഴിഞ്ഞ ജന്മത്തിൽ വേശ്യാവൃത്തി ആരോപിച്ചിരുന്നു. മറ്റേയാൾ ഈ ജന്മത്തിൽ മോഷണക്കുറ്റം ചുമത്തി. സ്വഭാവദാർഢ്യമുള്ള ഈ സ്ത്രീ ഇപ്പോൾ സമാധാനവും സന്തോഷവുമുള്ള ഒരു ജീവിതം നയിക്കുന്നു. പറഞ്ഞതിലും അധികമായി കഴിഞ്ഞുപോയതും ഇപ്പോഴുള്ളതുമായ പല താരതമ്യങ്ങളും വിശദവിവരങ്ങളും ഉണ്ട്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ എനിക്ക് ഈ വ്യക്തിയുടെ സ്വകാര്യത സൂക്ഷിക്കേണ്ടതുണ്ട്. സ്വഭാവവിശേഷങ്ങൾ എങ്ങനെയാണ് സ്ഥലകാല സീമകൾ ലംഘിച്ച് മുന്നോട്ട് പോകുന്നത് എന്ന് കാണിക്കാനാണ് ഈ കഥ ഇവിടെ പറഞ്ഞത്. തലമുറകളിൽ കൂടി ആത്മാക്കൾ ഒരുമിക്കുന്നു, യോജിക്കുന്നു, പരസ്പരം സഹായിക്കുന്നു. യാദൃശ്ചികതകളില്ല. അതിമഹത്തായ ഒരു പരസ്പര പൊരുത്തം മാത്രമുണ്ട്. ഒരു ബൃഹത്തായ നാടകം അരങ്ങത്ത്. ജയ് മോഹൻജി.